ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സപ്പിൽ വന്ന രണ്ട് അപ്ഡേറ്റുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ചെറിയ രണ്ട് അപ്ഡേറ്റുകളാണിത്. ഇപ്പോൾ ചെറുതാണെങ്കിലും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് വാട്സപ്പിൽ വന്നിരിക്കുന്നത്. അപ്പം ആ അപ്ഡേറ്റുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ പുതുതായിട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കണ്ടോ. ഇവിടെ നമുക്ക് ചാനലൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ നമുക്കിനി മുതൽ സ്റ്റാറ്റസും അതുപോലെ ചാനൽസും ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഐക്കൺ വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് ഈ ഒരു ഐക്കൺ ഇല്ലായിരുന്നു. ഇതാ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ഇൻ്റർഫേസ് ആയിരുന്നു ഇതിന് മുമ്പ് നമുക്ക് വാട്സപ്പ് തന്നുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയൊരു മാറ്റം വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു വ്യക്തിയുടെ പേര്, അതായത് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ആ ഒരു കോൺടാക്റ്റിൻ്റെ പേരുണ്ടല്ലോ, അത് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ സെർച്ച് ചെയ്ത പേരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ചാനൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് വാട്സപ്പ് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും കൂടെ ഒന്ന് ഈസി ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പം എന്ത് വേണേലും നമുക്കിവിടെ സെർച്ച് ചെയ്യാം. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റിൻ്റെ പേരാണ് ഇവിടെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊടുത്താൽ മതി. അപ്പം നമ്മളിവിടെ സെർച്ച് ചെയ്ത ആ ഒരു പേരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കോണ്ടാക്ട്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കും. ഇവിടെ ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്ത ബേസിലുള്ള ഒരു കോണ്ടാക്റ്റ് ഇല്ല, അതായത് സ്റ്റാറ്റസ് ഒന്നും അവർ ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റാറ്റസ് കാണിക്കത്തില്ല. പക്ഷേ എന്നാൽ ചാനൽസ് ഉണ്ടായതുകൊണ്ട് ആ ചാനൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്ത് വേണേലും സെർച്ച് ചെയ്യാനുള്ള ഒരു പുതിയ ഓപ്ഷനാണ് വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇത് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് ഒന്നും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഇട്ട സ്റ്റാറ്റസ് അവരുടെ പേര് വെച്ച് സെർച്ച് ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ ഏതെങ്കിലും വ്യക്തികളുടെ ചാനൽസും അതുപോലെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പുതിയ അടിപൊളി അപ്ഡേറ്റ് വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങൾ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. വാട്സപ്പിൽ വന്ന അടുത്ത അപ്ഡേറ്റ് ആണ് ആഡ് അപ് ടു 31 പീപ്പിൾസ്. അതായത് നമുക്കറിയാം വാട്സപ്പിലൂടെ നമുക്ക് വാട്സപ്പ് കോളൊക്കെ ചെയ്യാൻ സാധിക്കുമല്ലോ. അതായത് നമുക്ക് നോർമൽ കോളും അതുപോലെ വീഡിയോ കോളും എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ. എന്നാൽ വാട്സപ്പ് അന്നൊക്കെ നമുക്ക് ഈ ഒരു ഫീച്ചർ തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ പുതിയൊരു അപ്ഡേറ്റ് മുഖേന നമുക്ക് ഇനി മുതൽ 31 ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് കോള് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള പുതിയ ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ മുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 31 ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്രൂപ്പ് കോളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിച്ചെന്നിരിക്കാം. നിങ്ങളൊന്ന് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ ഇപ്പോൾ ലഭിച്ചെന്നിരിക്കാം. ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് കുറച്ച് ദിവസമായിരുന്നു, അതുകൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയ രണ്ട് അപ്ഡേറ്റുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റുകളാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.